വായിച്ച 56 സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിൻ്റെ 8-ാമത്തെ വാക്യം എന്ന് വായിച്ച് Psalms chapter 56 verse 8. ആരെങ്കിലും ഒരാൾ കോഡ്ലെസ്സിൽ കൂടെ തന്നെ വായിക്കണം, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അത് ഓഫായി പോവും, അത് കേൾക്കത്തില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളത് കറക്റ്റ് അടിക്കണം. സങ്കീർത്തനങ്ങൾ 56 സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് 56-ന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണം, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നമ്മൾ വായിച്ച വാക്യം ശ്രദ്ധിച്ചോ എല്ലാവരും? 56 സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? വേദപുസ്തകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ തുരുത്തികളെക്കുറിച്ച് കാണാനായിട്ട് പറ്റും. വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ കാണാം. പഴയ നിയമത്തിൽ അതുപോലെ കാണാം. നമുക്ക് വേണമെങ്കിൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആദ്യം മനസ്സിലാക്കാം. ഈ സങ്കീർത്തനത്തിനോട് ചേർന്ന് നമ്മൾ ചില ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഈ സങ്കീർത്തനം മടങ്ങി വരാം. നമുക്കിതിനോട് ചേർന്നൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിൻ്റെ ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 14. 21-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്തു, ഹാഗാറിന്റെ തോളിൽ വെച്ചു. ഹാഗറിന്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി. മതി. ഇവിടെ കണ്ടോ എഴുതിയിരിക്കുന്നുണ്ടോ? അബ്രഹാം തൻ്റെ ഭാര്യയായ അല്ലെങ്കിൽ തൻ്റെ ദാസിയായ ആരുടെയിൽ, ഹാഗറിൻ്റെയിൽ ഒരു തുരുത്തി വെള്ളം കൊടുത്തു വിട്ട കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ ഭാഗത്തിനകത്തിൽ തുരുത്തിയെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഈ തുരുത്തിക്ക് ഒരു ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ കഴിയുന്ന ഒരു വ്യാപ്തിയുള്ളൊരു തുരുത്തിയായിരുന്നില്ലത്. അതൊരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തുരുത്തി കൊണ്ട് പിന്നെ പ്രയോജനമില്ലാതായി തീരുകയാണ്. അല്ലെങ്കിൽ അതിൽ സംഗ്രഹിച്ചിരുന്നതിൽ അതിന് പിന്നെ ദീർഘ സമയത്തേക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രിയരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു ആത്മീയ അർത്ഥം എന്നറിയോ? ലോകം നമുക്ക് തരുന്ന എല്ലാത്തിനും ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സമയം കഴിയുമ്പോൾ ചെയ്യുമായിരിക്കാം, ശരിയാ കേട്ടോ. നമ്മൾ പറയുന്നില്ലേ, ഹൃദയം തണുപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഒരു പരുവത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ അതിന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമ്മളെ അതിന് സഹായിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ അബ്രഹാം തൻ്റെ ദാസിയുടെ കയ്യിൽ കൊടുത്തുവിടുന്ന തുരുത്തിയെ എന്തിന് മനസ്സിലാക്കുന്നറിയാവോ? ഒരു കാലഘട്ടത്തെ അതിജീവിക്കാൻ അതിന് കഴിയത്തില്ല, ഒരു നിശ്ചിത സമയത്തെ മാത്രമേ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. പ്രിയരെ, ഇന്ന് പകലിൽ നിങ്ങൾ പറ, ഒരു താൽക്കാലിക വിടുതലാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോ ഒരു നിത്യമായ വിടുതലാണോ നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. സങ്കീർത്തനക്കാരിവിടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നീ എൻ്റെ ഉഴൽച്ചകളെ എന്ത് ചെയ്യുന്നു? എണ്ണുന്നു. നീ എൻ്റെ കണ്ണുനീർ എന്ത് ചെയ്തിരിക്കുന്നു? തുരുത്തിയിലാക്കി വെക്കുന്നു. പ്രിയരെ, ഈ പാടിയതും പ്രാർത്ഥിച്ചതും കരഞ്ഞതും ആരാധിച്ചതും ഒക്കെ വെറുതെ അല്ല. സങ്കീർത്തനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവം അതിനെല്ലാം എന്ത് ചെയ്യുന്നറിയാവോ? അവൻ അതിനെല്ലാം സംഗ്രഹിച്ചു വെക്കുന്നു. അടുത്ത വാക്യം, അതവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് ഇതിനെക്കുറിച്ചെല്ലാം നിശ്ചിതമായ എന്തുണ്ട്? കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രിയരെ, നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടിനാര് താഴെ പോകണമെങ്കിൽ അവൻ അറിയാതെ പോകുന്നില്ലല്ലേ? നമ്മളോട് ചോദിക്കേ, ഇന്നാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഇത്രയും വലുതായിരിക്കുന്നത്. ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒന്നും 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ചില മണിക്കൂറുകളുടെയാണ് ഓരോ കാര്യങ്ങൾ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ. ദൈവം നോക്കിക്കുക, പറയുകയാണ്, നിന്റെ തലയിൽ നിന്ന് വീഴുന്ന ഒരു മുടിനാര് പോലും എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന് അതെല്ലാം മറഞ്ഞിരിക്കുന്നു. സയൻസ് ഇപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വായിക്കും, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുന്നമേ നീ എന്നെ അറിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എല്ലാ പഠനവും ജനനത്തിന് ശേഷമാണ്. ജനനത്തിന് മുന്നമേ നമ്മളെ അറിഞ്ഞൊരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് പകലിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ, നിന്റെ ജ്ഞാനം എത്ര ഭയങ്കരമാണ്. നമ്മൾ പലപ്പോഴും
അതിനെ ചെറുതാക്കി കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇതൊന്നും വെറുതെ അല്ല കേട്ടോ. ഇന്ന് ആരെങ്കിലും ഇത് ചോദ്യത്തോടെയാണ് ഈ ഹോളിൽ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് പറയട്ടെ, കണ്ണുനീര് വെറുതെ ആയി പോകുന്നില്ല. അവൻ അതെല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാവോ? അവനിതൊന്നും മറവല്ല കേട്ടോ. അവനതെല്ലാം അതിൻ്റെ തക്ക സമയത്ത് അവൻ ചെയ്യുന്ന ദൈവമാണ്. അപ്പം നമ്മൾ ചോദിച്ചേക്കാം, ഞാൻ ഈ പ്രാർത്ഥിച്ചതും എടുത്തുമല്ല, എന്താണ് കർത്താവേ ഒന്നും നടക്കുന്നില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്. നമുക്ക് ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. എന്തെന്നറിയോ ഉപമ? എന്തെന്നറിയോ? ഒരു സ്നേഹിതൻ രാത്രിയിൽ ചെന്ന് എന്ത് ചോദിക്കുന്നു? തൻ്റെ സ്നേഹിതന് വേണ്ടി മറ്റൊരാളോട് ചോദിക്കുന്നൊരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വിട്ടോട്ടെ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിന്ന് പറയുക. എന്നറിയാവോ? ആ സ്നേഹിതൻ ചെന്നിട്ട് തനിക്കല്ല ചോദിക്കുന്നത്. ആ സ്നേഹിതൻ ചെന്നിട്ട് പറയുക, എൻ്റെ വീട്ടിൽ വേറൊരു സ്നേഹിതൻ വന്നിട്ടുണ്ട്, അവന് കൊടുക്കാൻ നീ എനിക്ക് എന്ത് തരണം? എനിക്ക് ഭക്ഷണം തരണം. അപ്പോൾ ആ സ്നേഹിതൻ ചോദിക്കുമ്പോൾ മറ്റേയാൾ പറയുന്ന ചോദ്യം ഉത്തരവ് എന്താണെന്നറിയോ? കുഞ്ഞുങ്ങൾ എന്തുണ്ട്? എൻ്റെ കൂടെ കിടക്കുകയാണ്, അല്ലെങ്കിൽ കഥ കടച്ചിരിക്കുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒഴിവ് കഴിവുകൾ എന്ത് ചെയ്യുക? താൻ പറയുകയാണ്. മനസ്സിലായോ? ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയോ, വീണ്ടും 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 നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ, എല്ലാവരും സൈലൻ്റ് ആയിരിക്കണം, തണുപ്പ് പിടിച്ച്. അതുകൊണ്ടാണ് സങ്കീർത്തനമൊക്കെ വായിച്ചപ്പോഴത്തേക്ക് ശബ്ദമില്ല, ആകെ തണുത്തിരിക്കുക എല്ലാവരും. ഇത് വീട്ടിൽ നിന്ന് വന്ന് നോക്കണം, നമ്മുടെ ആ വോളിയത്തിൻ്റെ ഡെസിമീറ്റർ എത്ര വലുതാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ. നോക്കിക്കേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? മുഴു ആരോഗ്യത്തോടെ, മുഴു ബലത്തോടെ. നിങ്ങൾ വിചാരിക്കും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് രോഗമില്ലെന്നാണോ വിചാരിക്കുന്നത്? ഇതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ ഒന്നിനും നിന്നെ കീഴ്പ്പെടുത്തി കളയാൻ കഴിയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഒരു കാര്യം തിരിച്ചറിയേണ്ടതെന്ന് അറിയോ? രോഗം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ലെന്നല്ല, വരത്തില്ലെന്നല്ല. പക്ഷെ നമ്മൾ അറിയേണ്ടത്, നീ നിലംപരിചാകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും യെശയ്യാവിനോട് പറഞ്ഞതെന്നറിയാവോ? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം എൻ്റെ മേൽ വന്നിരിക്കുന്നു. കണ്ടോ? അപ്പം ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും എറൈസ് എന്നുള്ള ശബ്ദമാണ്. മനുഷ്യൻ്റെ ശബ്ദം എന്നറിയോ? കുഴപ്പമില്ല കുഞ്ഞെ, ഇത്രയൊക്കെ മതി എന്ന് പറയും. ദൈവത്തിൻ്റെ ശബ്ദം കുഴപ്പമില്ലെന്നല്ല, ദൈവത്തിൻ്റെ ശബ്ദം എറൈസ് എന്നാണ്. അതിനെ നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ആക്ഷൻ്റെ മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ദൈവം നമുക്ക് കുടുംബങ്ങളെ തരും, വിഷയങ്ങളെ തരും, ആത്മാക്കളെ തരും എന്ന് പറഞ്ഞാൽ പറച്ചിലല്ല, നിന്റെ ആക്ഷൻ അതനുസരിച്ചാണോ? നീ ആത്മാവിൻ്റെ കണ്ണിൽ അതിനെ കാണുന്നുണ്ടോ? നീ നിന്റെ വിടുതലുകളെ കാണുന്നുണ്ടോ? രോഗത്തിൻ്റെ മേൽ എനിക്ക് ജയം തരുന്ന ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം നിന്റെ ആക്ഷനാണ് അതിനകത്ത് വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഒരു സീഡ് ദൈവം നമ്മളിൽ തന്നിട്ടുണ്ട് കേട്ടോ, അതൊരിക്കലും മറക്കല്ലേ. പക്ഷേ ആ സീഡ് വെറുതെ ഇരുന്നാൽ മരമായി തീരത്തില്ല. ആ സീഡിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അറിയാവോ? നമ്മളതിനെ നനച്ച് വളർത്തേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് പകലിൽ ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, ഒരു ദൈവവൈതലായിട്ട് ദൈവത്തിൽ രക്ഷയേറ്റു പറഞ്ഞ് ദൈവത്തിൻ്റെ പൈതലായി തീർന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരു കൃപയില്ലാത്തവരെ ഭൂമിയിലാക്കിയിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപാവരങ്ങളോട് കൂടിയാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്. അത് ജ്വലിപ്പിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ വിശ്വാസത്തിന്റെ വാക്കാണ് നിനക്കെങ്കിൽ നീ വിശ്വാസത്തിൽ കൊടുക്കുക. കൊടുക്കുന്നവനാണെങ്കിൽ മനസ്സ് തളരാതെ കൊടുക്കുക. പരിപാലിക്കുന്നവനാണെങ്കിൽ ആ പരിപാലന വരെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവം ഒന്നും തരാതെ ഒരു ദൈവവൈതലിനെ ആക്കിയിട്ടില്ല. ഹല്ലേലൂയ. ഈ 24 പോലെ മടുത്ത് നമ്മൾ ഇരിക്കല്ല്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ബലത്തോടെ, രോഗവും പ്രയാസവും ദുഃഖവും ഞെരുക്കവും പുറകിൽ നിൽക്കുമ്പോൾ തന്നെ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അവൻ എൻ്റെ തുരുത്തിയിൽ എൻ്റെ കണ്ണുനീരുകളെ അളന്നു വയ്ക്കുന്നു. അവൻ പുസ്തകത്തിൽ അത് എഴുതി വയ്ക്കുന്ന ദൈവമാണ്. ബലപ്പെടണം കേട്ടോ. വചനം പറഞ്ഞ് ആശ്വസിച്ചിട്ട് പോയാൽ പോരാ, വചനം പറഞ്ഞ് നമ്മൾ ബലപ്പെടണം. നോക്കിക്കേ, രോഗം മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ ആക്ഷനിലേക്ക് നമ്മൾ വരുന്നില്ല. ഈ പകൽ ഞാൻ വചനത്തിൽ കൂടി കാര്യം പറയട്ടെ, ദൈവം പറയുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ മനുഷ്യൻ പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം കേട്ടോ. ദൈവം പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കുന്നത്,
മനുഷ്യൻ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ശരിയാ, ചില പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടും. ദൈവത്തിൻ്റെ ഭക്തന്മാരെ എവിടെല്ലാം കടത്തും. ഹിസ്കിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഹിസ്കിയാവേ, നീ നിന്റെ കാര്യങ്ങൾ ഗ്രഹപ്പെടുത്തിക്കോ, നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കോ, നിനക്ക് എന്ത് ചെയ്യാൻ പോവാ, നീ മരിക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് തൻ്റെ മുഖം എന്ത് ചെയ്തു, ചുവരോട് ചേർത്ത് വെച്ച് കരഞ്ഞപ്പോൾ പോയ പ്രവാചകരെ മടക്കി കൊണ്ടുവന്നിട്ട് പറഞ്ഞില്ല, നിന്റെ സമ്മത്സരങ്ങളെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു. എഴുത്തുകളെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കഴിയത്തില്ലെന്ന് സീൽ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന പേപ്പറാണെങ്കിൽ അതിനെ ആത്മാവിൽ കീറിക്കളഞ്ഞിട്ട് ദൈവത്തിന് അതിന്റെ മേൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും. നിന്റെ ദൈവം ആരാണെന്നുള്ള ബോധ്യം നിന്നെ ഭരിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, രണ്ടുപേരെന്ത് ചെയ്തു, അവൻ ചെന്ന് ചോദിക്കുകയാണ്, കൂട്ടുകാരാ, എൻ്റെ വീട്ടിലൊരു സ്നേഹിതൻ വന്നിരിക്കുന്നു, നീ എനിക്ക് എന്ത് ചെയ്യണം, നീ എനിക്ക് അവന് കൊടുക്കേണ്ടത് നീ എനിക്ക് തരണം. പറയുന്നു, പറ്റത്തില്ല കേട്ടോ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുകയാണ്, എനിക്ക് കഥ അടച്ചിരിക്കുന്നു. ഒത്തിരി ഒഴിവുകഴികൾ പറയും, ഒത്തിരി എക്സ്ക്യൂസുകൾ പറയുക. പക്ഷേ അവിടെ മനസ്സിലാക്കിയ ഒരു അർത്ഥം എന്തോന്നറിയാവോ, വീണ്ടും 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 ചോദിക്കണമെന്നുള്ളത് ഇരിക്കുമ്പോൾ തന്നെ അകത്ത് കിടക്കുന്ന സ്നേഹിതൻ ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? വീണ്ടും വീണ്ടും ചോദിക്കണം. ശരിയാ, മുട്ടുവീൻ എന്നാൽ തുറക്കും, യാചിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിപ്പീൻ കണ്ടെത്തും. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടല്ലേ, മുട്ടിയാലും അന്വേഷിക്കാനും യാചിക്കാനും ഒക്കെ നമ്മൾ കാണുന്നു. ഇവിടുത്തെ സ്നേഹിതന്റെ പ്രത്യേകത അറിയോ, ഒരു പ്രാവശ്യം പോലും അവൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. പ്രിയരേ, നിങ്ങൾ ഇന്ന് പല ചോദ്യങ്ങളുടെ മുടിയിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവസന്നിധിയിലായിരിക്കുക. അത് കഴിയത്തില്ലെന്ന് അവൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? അവൻ്റെ കയ്യിൽ അതിനുള്ള ഉപാധി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവൻ പറയാതിരിക്കുന്നിടത്തോളം കാലം ആഗ്രഹമുള്ളവനെ പോലെ അത് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അവൻ്റെ സന്നിധിയിൽ വീണ്ടും 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 നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവനെന്ത് ചെയ്തിരിക്കുന്നു, എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു. അവിടുന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയേ, അവിടെ കാണുന്ന തുരുത്തിയുടെ കുഴപ്പമെന്നറിയാവോ, ചില സമയത്തേക്കേ ഉള്ളൂ, അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. പ്രിയരെ, നമ്മളെ ആശ്വസിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. നമ്മളെ കൈ താങ്ങിയിട്ടില്ലേ? ഉണ്ട്. പക്ഷേ നോക്കിക്കേ, അതൊരായസ് മുഴുവൻ പറ്റത്തില്ല. അതൊരു ചില ബ്രാക്കറ്റ് പീരീഡിലേക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവമോ, അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ വിളിച്ചാൽ അവസാനം വരെ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ അതിനകത്ത് തിരിച്ചറിയണം കേട്ടോ. ഞാൻ വേണേ ഒരു ഭാഗം കൂടെ ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 17. 9-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഒരു പഴയ തുരുത്തിയിൽ അവൻ എന്ത് ചെയ്യത്തില്ല, പുതിയ വീഞ്ഞ് പകരത്തില്ല. കാരണം അതുകൊണ്ട് ഓർത്തോണേ, എപ്പോഴും ഒരു പുതിയ ഹൃദയത്തിനുള്ളിൽ മാത്രമേ ദൈവത്തിൻ്റെ പുതുതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പകരാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ട്. എഹെസ്കേൽ പുസ്തകത്തിലേക്കൊന്ന് വരാമോ? എഹെസ്കേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സ് 26 ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോന്നറിയാവോ, അവനൊരു പുതിയ ഹൃദയം തരുന്നതാ. ഒരു മനുഷ്യനായ നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നതിന് ശേഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തന്നു? പുതിയ മനുഷ്യനാക്കി, പുതിയ ആത്മാവിനെ തന്നു, പുതിയ ഹൃദയം തന്നു. അവൻ നമ്മളെ ആകമാനം പുതുതാക്കി എന്തിരിക്കുന്നു, തീർത്തില്ല. അതുകൊണ്ടല്ലേ വായിക്കുന്നേ, എല്ലാം കഴിഞ്ഞുപോയി, സകലവും ഇപ്പം എന്തായിരിക്കുന്നു, പുതുതായിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വേണം നമ്മൾ വരാൻ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫ് എപ്പോഴും എങ്ങനെയുള്ള ലൈഫ് ആയിരിക്കണം എന്നറിയാവോ? കർത്താവിൻ്റെ ആ എൻകറേജ്മെൻറ്റിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ലൈഫായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാം, എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ അത് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളെ കഴിയത്തില്ല, എൻ്റെ കാര്യം ഇതുവരെ കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പാണ്. നോക്കിയേ, ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ, അതിനെ ഒരു കോമയാക്കി മാറ്റി തുടർന്ന് എഴുതാനായിട്ട് കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മറന്നുപോകല്ലേ. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അതിനെ അടുത്ത സെൻറ്റൻസിലേക്ക് ആക്കി എഴുതാൻ എൻ്റെ ദൈവത്തിന് പറ്റും. കാരണം നിന്റെ കരം എത്ര ഭയങ്കരമായിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന തുരുത്തി ഏതാണെന്നറിയാവോ? ഒരു പുതിയ ഹൃദയമാക്കിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരം ആവശ്യമാണ്. നമ്മുടെ ഹൃദയം ഒരു പുതുക്കപ്പെട്ട ഹൃദയമായിരിക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഇരിക്കല് കേട്ടോ. വർഷത്തിന്റെ അവസാനം പറഞ്ഞു തീരുകയല്ല. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ പറയണം, അതെ, അവൻ എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടിരിക്കുന്നു, അവൻ്റെ മറുപടി എന്നെ കാണിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമോ, എനിക്ക് സകലരുടെയും മുമ്പിൽ എന്നെ അവൻ നിന്ദയാക്കി തീർക്കാതെ എൻ്റെ തല ഉയർത്തുമാറാക്കി തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഒരു ഉത്തരവുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും അത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എക്സൈറ്റ്മെന്റിലേക്ക് നമ്മൾ പറയുകയല്ല. പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇന്ന് പകലിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോലും പോകാതെ നമ്മളിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ മറ്റൊരു തുരുത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാ നമ്മൾ വായിക്കണം. 119 സങ്കീർത്തനത്തിൻ്റെ 83 വാക്യം വായിക്കണം. ഇതുവരെയുള്ള എല്ലാ തുരുത്തിയിൽ നിന്നും അല്പം വ്യത്യാസമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 83 വാക്യം. സാംസ് 119 വേഴ്സ് 83 ഒന്ന് വായിച്ചാട്ടെ. അല്ലല്ല, മൈക്കിൽ കൂടെ വായിച്ചേ കറക്റ്റായിട്ട്. കിട്ടുന്നില്ല, മൈക്ക് ഓഫ്. വായിച്ചോട്ടെ. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. മതി കേട്ടോ. ഇവിടെ നിന്ന് വായിച്ചേ. സങ്കീർത്തനക്കാരൻ പറയുന്ന രണ്ടാമത്തെ തുരുത്തിയുടെ കാര്യമാണ് നമ്മളിവിടെ വായിച്ചേ. എന്തോ എഴുതിയിരിക്കുന്നറിയോ? ഞാൻ എങ്ങനെയാണെന്നറിയോ? പുകയത്ത് വെച്ചിരിക്കുന്ന തുരുത്തി പോലെയാകുന്നു. അതല്പം പ്രയാസമുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചതിനേക്കാളും. കാരണം ഈ തുരുത്തി കൊണ്ട് പുകയത്ത് വെക്കുന്ന എന്തിനാണെന്നറിയാവോ? അത് അതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കണ്ടോണ്ടെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പുളിയൊക്കെ ഉള്ള സ്ഥലം, മമ്മിയുടെയൊക്കെ വീട്ടിൽ, അവിടെ ഈ പുളി ഉണങ്ങാൻ വേണ്ടി അടുപ്പിൻ്റെ മുകളിൽ ഒരു ചേരാന്ന് പറയും, ഒരു സാധനം കെട്ടി അതിൻ്റെ മുകളിലിട്ടിട്ട് ഈ പുളിയെ എന്തോ ചെയ്യും, നന്നായിട്ട് ഉണക്കിയെടുക്കും. പച്ച ഉള്ളിയെല്ലാം കൂടെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ അതിനൊന്നും കിട്ടത്തില്ല. ഉണക്കിയെടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക? ഇപ്പം നിങ്ങൾ കടയിൽ ചെന്ന് ഇഞ്ചി മേടിക്കാൻ ചെല്ലുമ്പോൾ പച്ച ഇഞ്ചിയാണോ മേടിക്കുന്നത്? അല്ലല്ലോ, ഇച്ചിരി എന്ത് ചെയ്യുമായിരുന്നു, ഉണങ്ങി. ഞാൻ ആരംഭത്തിലൊക്കെ പോയി വലുതാണല്ലോ എന്ന് ഓർത്ത് എന്ത് ചെയ്യും, മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴേ അറിയുന്നത് ഇഞ്ചി എടുക്കേണ്ട, അങ്ങനല്ല, ഇച്ചിരി കൂടെ എന്ത് ചെയ്യണം, ഉണങ്ങിയെടുക്കണം. എന്ന് വെച്ചാൽ അതിനെ ഒന്ന് പുകയത്ത് വെച്ച് അതിനെ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് വാട്ടി ഉണക്കി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ പിന്നെ ഉപയോഗപ്രദമായിട്ട് തീർക്കുന്നത്. ഇതേ ഒരർത്ഥത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്. എന്തോ വായിച്ച സിസ്റ്റർ, ആ വാക്യം ഒന്ന് വായിച്ചേ. ഇപ്പം നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. പ്രിയരെ, ചില ഞെരുക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന, വീർപ്പ് മുട്ടിക്കുന്ന, നീറുന്ന ചില അനുഭവങ്ങളിൽ കൂടെ ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ തുരുത്തിയെ അവന് ഇനി അനേകരുടെ തീന്മേശയിലേക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട്. ഇന്ന് പകലിൽ സാഹചര്യങ്ങളിൽ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമായ ഉന്നതിയിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. നിന്നെ ഇങ്ങനെ പരുവപ്പെടുത്തി മാത്രമേ ദൈവത്തിനൊരു തീന്മേശയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, എൻ്റെ തുരുത്തി എങ്ങനെയാണെന്നറിയാവോ? പുകയത്ത് വെച്ച പോലെ ഇരിക്കുന്നേ. ഞാൻ വല്ലാതെ നീറിയിരിക്കുകയാണ്, വല്ലാതെ മുറുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്, തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. കുഴപ്പമില്ല കേട്ടോ, ഇത് അധിക നേരത്തേക്കില്ല. ഇതിനെ അവൻ തീന്മേശയിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ തുരുത്തിയെ എന്ത് ചെയ്യുവാന്നറിയാവോ? ഇതിനെ പരുവപ്പെടുത്തി എടുത്തിട്ടാണ് വിളമ്പാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ഇത് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ 4 വേഴ്സ് 19 ഒന്ന് വായിച്ചേ. 4-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരണമേ എന്ന് പറഞ്ഞു. കുടിപ്പാൻ കുറെ വെള്ളം തരണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. ഇവിടെ നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. എന്തോന്നറിയാവോ? ആ ഭാഗം ഇങ്ങനെയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു യുദ്ധ മുഖം കഴിഞ്ഞ് ഓടി ഒരുത്തൻ എത്തി ക്ഷീണിച്ചിരിക്കുമ്പോൾ സീസറയുടെ കാര്യങ്ങൾ സംസാരം അവിടെ പറയുന്നേ. അവിടെ എന്ത് എഴുതിയിരിക്കുന്നറിയാവോ? അവൾ വെള്ളം ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? പാൽ തുരുത്തി ഉടന്ന് അവൻ എന്ത് ചെയ്തു? കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തിട്ട് അവസാനം അവൻ ഉറങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാവോ? അവൻ്റെ നെറ്റിയിൽ ഒരു ചുറ്റിക വെച്ച് എന്ത് ചെയ്തു?
അടിച്ച് അവനെ കൊന്നുകളഞ്ഞൊരു ഭാഗമാണ് വായിക്കുന്നത്. ഇവിടെ കണ്ടോ, ആപത്തിൻ്റെതായ അല്ലെങ്കിൽ മറ്റൊരനുഭവത്തിലൂടെ പോകുന്നൊരു ഭാഗമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓരോ തുരുത്തിയിലും ഓരോരോ വ്യത്യസ്ത അനുഭവങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയെന്നറിയോ, അധിക ദൂരം ഇതിനെ താണ്ടാൻ പറ്റത്തില്ല. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോഴത്തേക്ക് അതിലുള്ളത് എന്ത് ചെയ്യും, വറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അടുത്ത ഭാഗം നമ്മൾ വായിച്ചത്, അവൻ നമ്മുടെ കണ്ണുനീരിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്, അവൻ അതിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. എന്നാൽ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ആദ്യം നമ്മളെ ബലപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ അടുത്ത വാക്യം വായിക്കണ്ടേ, 56-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ, ഇവിടെ നോക്കിക്കോണേ, 8-ാമത്തെ വാക്യത്തിൽ അത് നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലയോ, ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയാ തുടങ്ങുന്നേ. അടുത്ത ഭാഗം വായിച്ചേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. അടുത്ത ഭാഗം, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, ഈ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി അത് തുരുത്തിയിലാക്കി വെച്ച് അത് നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഭക്തൻ അവിടെ അവസാനിപ്പിക്കുകയല്ല. താൻ പറയുകയാണ്, ദൈവം എനിക്ക് ആരാണ്, ദൈവം എനിക്ക് അനുകൂലമാണ്. നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നു, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. അത് നമ്മൾ ചുമ്മാതെ പറഞ്ഞു വിടുകയല്ല കേട്ടോ. വിഷയം വരുമ്പോൾ നിങ്ങൾ പറയണം, നിങ്ങളുടെ വായിൽ നിന്ന് പറയണം, പിശാച് അത് കേൾക്കണം. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, അവൻ എന്നെ നിർത്തുന്ന ദൈവമാണ്. നമ്മുടെ വായിലൂടെ നമ്മൾ പറയണം. നമ്മുടെ വിശ്വാസം നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യണം, പുറപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ തളർന്നു പോകുന്ന വാക്കുകളാണ് പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ കേട്ടിട്ട് പോയി കഴിയുമ്പം നമ്മുടെ വായിൽ നിന്ന് എന്തോ ഉണ്ടാവണമെന്നറിയാവോ, നമ്മുടെ വായിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉണ്ടാവാനായിട്ടിടയായിത്തീരണം. മറ്റൊരു ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കേണ്ടത് ഈ യോബിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. ജോബ് ചാപ്റ്റർ 38 വേഴ്സ് 38. 38 ഒന്ന് വായിച്ചാട്ടെ. 38 ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാർ, ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാർ, ഇവിടെ കണ്ടോ, ഇതൊരു ആലങ്കാരിക ഭാഷയിൽ എഴുതി മനസ്സിലാക്കിയിരിക്കുക. എന്തോ എഴുതിയിരിക്കുന്നറിയോ, മഴയെ സംബന്ധിച്ചുള്ള കാര്യം പറയുക. ആകാശത്തിലെ എന്ത് ചെയ്തിരിക്കുന്നു, തുരുത്തിയെ ചരിക്കുന്നതാർ. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ കാലഗതികൾ മുഴുവൻ ആരുടെ കയ്യിലിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്കെ യഹോവയുടെ കയ്യിലിരിക്കുന്നു. താൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ തിരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടാതെ ഒന്നും സംഭവിക്കത്തില്ല. അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ഏത് വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും പറയണം, അതിൻ്റെ ഫൈനൽ വാക്ക് ആരുടെയാണെന്നറിയാവോ, എൻ്റെ ദൈവത്തിൻ്റെയാണ് ഫൈനൽ വാക്ക്. ഹല്ലേലൂയ. അത് പറയാനും അത് സ്വീകരിക്കാനുമായിട്ടുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒരു വാക്യം കൂടി യോബിന്റെ പുസ്തകത്തിൽ തന്നെ വായിക്കാം. ഫസ്റ്റ് കിങ് വായിച്ചാട്ടെ. 1 രാജാക്കന്മാരിലേക്ക് പോയാട്ടെ. അത് നമുക്ക് അടുത്ത ഭാഗം ചിന്തിക്കാം. 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17 വേഴ്സ് 12 വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 17-ന്റെ 12-ാമത്തെ വാക്യം. അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ. കണ്ടോ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഭാഗമായത്. കണ്ടോ, നമുക്കറിയാവുന്ന പ്രവാചകന് വേണ്ടി ദൈവം ചെയ്തൊരു വഴിയുടെ ഭാഗമാണ്. ഇതിനകത്തിലെ ചില ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞോട്ടെ. നമ്മൾ വായിക്കുന്ന ഇവിടെയാണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്. അവിടെ വായിച്ചിട്ട് വാക്യം ഒന്നുകൂടെ വായിച്ചേ. അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രം അല്ലാതെ എനിക്കൊരു അപ്പവും ഇല്ല. ഞാനിതാ 2 വിറകു പെറുക്കുന്നു. ഇവിടെ ഒരു തുരുത്തിയെ കുറിച്ചാണ് കാണിക്കുന്നത് ഇല്ലേ? ഇവിടെയും പറയുന്ന ഒരു തുരുത്തിയെ കുറിച്ചാ. പ്രവാചകനെ എന്ത് ചെയ്യുന്നു, ദൈവം ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ്. ഒരു സ്ഥലത്ത് അവരുടെ വഴികളും സാഹചര്യങ്ങളും അടയുമ്പോഴത്തേക്ക് ദൈവം അവനെ എവിടോട്ട് അയക്കുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം അയക്കുന്ന ഭാഗം. നമ്മൾ അതിനകത്ത് കാണുന്നത്
3 ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോണേ, ദൈവം പ്രവാചകന് വേണ്ടി ചെയ്ത 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്, ദൈവം പ്രവാചകന് വേണ്ടി എന്ത് ചെയ്തു? ഒരു കാക്കയോട് കൽപ്പിച്ചാക്കിയിട്ട് അവരെന്തുകൊണ്ട് കൊടുത്തു? അവൻ അപ്പം കൊണ്ട് കൊടുത്തിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗം, നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ മനസ്സിലാക്കിയതാ. പ്രവാചകന് വേണ്ടി എന്തുകൊണ്ട് കൊടുത്തു? അവന് ഒരപ്പം കൊണ്ട് കൊടുത്ത, അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്ത കാക്കയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കി. നോക്കിക്കേ, ഒരു കാക്ക കൊണ്ടുപോയാൽ എത്രയും ക്വാണ്ടിറ്റി കൊണ്ടുപോകാൻ പറ്റും? അതിൻ്റെ മാക്സിമം എടുത്തോ, എത്രയും കൊണ്ട് കൊടുക്കാൻ പറ്റും? അത് പക്ഷേ കൃത്യസമയമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? കൊണ്ട് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതിന് ഞാൻ രണ്ടാമത്തെ ഭാഗം വിട്ടിട്ട് 3ലേക്ക് വരിക. 3ാമത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും ആ ആഹാരത്തിൻ്റെ കാര്യമോ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഒരു കാക്ക കൊണ്ട് കൊടുത്താൽ എത്രത്തോളം കൊണ്ട് കൊടുക്കും, അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് മനസ്സിലാക്കണേ. അടുത്ത ഭാഗം എന്തുവാണെന്നറിയാവോ? അടുത്ത ഭാഗം പറയേണ്ടത്, ഒരു വിധവയോട് ദൈവം കൽപ്പിച്ചാക്കിയിട്ട് അവൾ എന്ത് ചെയ്യുവാണ്? അവൾ കൊടുക്കുകയാണ്. നോക്കിക്കേ, മനുഷ്യൻ കൊടുക്കുന്നതിനും എത്രത്തോളം, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിക്കുള്ള വ്യത്യാസം നോക്കിക്കേ. ആദ്യം കുറച്ച് കൊടുത്തു, പിന്നെ ഇച്ചിരൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുവായി? ഇച്ചിരൂടെ കൂടുതൽ കൊടുത്തൊരു അനുഭവം. ഞാൻ പറഞ്ഞല്ലോ, നടുക്കത്തെ അനുഭവം വിട്ടിട്ടാണ് പറയുന്നത്. പക്ഷേ ദൂതൻ അവന് കൊടുത്തപ്പോഴെങ്ങനെയാ കൊടുത്തതെന്നറിയോ? തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടത് ഭക്ഷിക്കുക, നീ ദീർഘദൂര യാത്ര ചെയ്യാനുണ്ട്. ദൈവം ഓരോരുത്തർക്ക് വേണ്ടി ഒരുക്കുന്ന പ്രൊവിഷനെ കണ്ടോ? സാഹചര്യം മാറി വ്യത്യാസം വരുന്നതനുസരിച്ച് അവൻ അതിൻ്റെ ക്വാണ്ടിറ്റിക്കും ക്വാളിറ്റിക്കും വ്യത്യാസം വരുത്തി. കാക്ക കൊടുത്താൽ ഇത്രയേ പറ്റത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വിധവ കൊടുത്തപ്പോൾ ഇത്രയേ പറ്റത്തുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ദൂതനെ കൽപ്പിച്ചാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിക്കും ക്വാളിറ്റിക്കും വ്യത്യാസമായി. അല്പമായിട്ടായിരിക്കാം കാര്യങ്ങൾ നടക്കുന്നത്, അതിനിപ്പോൾ വ്യത്യാസം വന്നായിരിക്കാം. എന്നാൽ സ്വർഗത്തിൻ്റെ കലവറ തുറന്നാൽ അവൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അവൻ്റെ വിടുതലിനെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഓരോ സാഹചര്യം അനുസരിച്ച്, ഓരോ സന്ദർഭം അനുസരിച്ച് അവൻ്റെ പ്രവൃത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവനതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ വിവിധ തുരുത്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനിടയായി. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 56 സങ്കീർത്തനത്തിൽ വന്നാട്ടെ. 56 സങ്കീർത്തനത്തിൻ്റെ നമ്മൾ വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. 8ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നാട്ടെ നമ്മൾ. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണം. ഇവിടെ കണ്ടോ, ഒരു വ്യക്തിപരമായ ഒരു കാര്യം അവിടെ പറയുന്നത്. എന്റെ കണ്ണുനീർ എന്ത് ചെയ്യണമേ? തുരുത്തിയിൽ ആക്കി വെക്കണം. വേദപുസ്തകത്തിൽ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ട്, മനസ്സിലായോ? പക്ഷേ ഭാഗം പലതും നമ്മൾ അവസാനിപ്പിക്കുമ്പോഴെങ്ങനെന്നറിയാമോ? ഒറ്റയ്ക്ക് കരഞ്ഞവരുടെ കൂടെ കരയാനായിട്ട് ദൈവം കുറെ ആൾക്കാരെ കൊടുത്തു. ഹലോ, കേട്ടോണേ. ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. യേശു ക്രിസ്തുവിനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്തു? മാറിയിരുന്ന് കരഞ്ഞായിട്ട് നമുക്ക് പല പ്രാവശ്യം അറിയാം. അവൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അവൻ്റെ രക്തം വിയർപ്പ് രക്തത്തുള്ളി പോലെ വീണായിട്ട് നമുക്കറിയാം. അങ്ങനെ വേദപുസ്തകത്തിൽ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. പഴയ നിയമത്തിൽ പലരും അങ്ങനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാം, മതിൽ പണിയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം. പക്ഷേ ഇതിനകത്തിൽ എന്നറിയോ, ഒറ്റയ്ക്കൊക്കെയാ പ്രാർത്ഥിക്കുന്നെങ്കിലും അതിൻ്റെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ദൈവം എന്ത് ചെയ്യുന്നറിയോ? ദൈവം ഒരു കൂട്ടം ആൾക്കാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചു. ഹലോ, നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഭാരപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ദൈവം ഒരു കൂട്ടം വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. അത് അസ്ഥിയാണെങ്കിലും അതിനെ ഒരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിക്കാനായിട്ട് ദൈവത്തിന് പറ്റും. നിന്റെ കാഴ്ചയ്ക്ക് അത് ബലഹീനമാണെങ്കിലും ദൈവത്തിൻ്റെ ബലം അതിൻ്റെ മേൽ പകർന്നു കഴിയുമ്പോൾ അതൊരു സൈന്യമായിട്ട് എഴുന്നേൽക്കും കേട്ടോ. ജയത്തിൻ്റെ കുതിര വ്യർത്ഥമാണ്. ദൈവം ഒരു പ്രൊവിഷൻ ഒരുക്കിയാൽ, ദൈവം ഒരു പദ്ധതി ഒരുക്കിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രൊവിഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കാത്തിരുന്ന് വൈകിയപ്പോഴത്തേക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ബുദ്ധി ഉദിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനം കുറേ നാളായിട്ട് കാത്തിരിക്കുക. മോശ പോയതുപോലെ എന്ത് ചെയ്യുന്നില്ല? മടങ്ങി വരുന്നില്ല. മോശയുടെ മടങ്ങി വരെ വൈകിയെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇസ്രായേൽ ജനം എന്ത് ചെയ്യുന്നറിയോ? അവരുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി. സ്വന്തം ബുദ്ധിയുടെ അവസാനത്തെ റിസൾട്ട് എന്തോന്നറിയോ? ഒരു തീർത്ത പരാജയമായി പോയി. ഹലോ, നമ്മൾ അറിയണേ, നമ്മുടെ സ്വന്തം ബുദ്ധിയുടെ ആ അവസാനത്തെ പരിണിത ഫലം എവിടെയായി തീരുമെന്നറിയാവോ? ഒരു പരാജയമായിട്ടാണ് തീരുന്നത്.
പക്ഷേ ദൈവം തുറന്നിട്ടുള്ള എല്ലാ പ്രൊവിഷനുകളും എങ്ങനെയായി തിരിഞ്ഞിരിക്കുന്നറിയോ? ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഒരു വ്യക്തി ഒറ്റയ്ക്ക് കരയുകയാണ്. ആ വ്യക്തിയുടെ കണ്ണുനീരിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ എൻ്റെ സ്വന്തമായി എൻ്റെ കണ്ണുനീർ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ വേണേ ഒരു ഭാഗം കൂടെ പറയാനുള്ള സമയമുള്ളൂ. ഒരു തുരുത്തിയെ കൂടെ വേണേൽ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 Kings chapter 4:2 ഒന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അടിയന്റെ വീട്ടിൽ വേറെ ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞു. നമുക്കിവിടെ അറിയാവുന്ന കാര്യമാണ്. മനസ്സിലായോ? ഒരു ഭക്തനായ ഒരു വ്യക്തിയുടെ ഭാര്യയുടെ അനുഭവമായത്. വായിക്കും, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ വീട്ടിൽ എന്തേ ഉള്ളൂ? ഒരു ഭരണി അല്ലെങ്കിൽ ഒരു തുരുത്തി എന്തേ ഉള്ളൂ? എണ്ണ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അതിൻ്റെ അവസാനം കാണുന്നത് എങ്ങനെയാണെന്നറിയാവോ? ദൈവം അവളെ അനുഗ്രഹിച്ച് ആ ഒരു തുരുത്തി കൊണ്ട് അവളും അവളുടെ തലമുറ എന്ത് ചെയ്തു? ഉപജീവനം കഴിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അവിടെ വായിക്കുന്ന ഏറ്റവും വലിയൊരു അർത്ഥമായ വാക്കെന്നറിയോ? അവളുടെ പാത്രങ്ങൾ മുഴുവൻ അവർ ശേഖരിച്ചു. എപ്പോൾ പാത്രം തീർന്നോ അപ്പോഴെന്തോ ചെയ്തു? അപ്പോൾ എണ്ണയുടെ വരവ് അവസാനിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയരെ, ആർക്കാണ് കൃപ കിട്ടുന്നതെന്നറിയാവോ? ഒരുക്കി വെക്കുന്നവർക്ക്. ആർക്കാണ് ദൈവശക്തി ലഭിക്കുന്നറിയാവോ? ശൂന്യമായിട്ട് ഒഴുക്കി വെച്ച് കൊടുക്കുന്നവർക്ക്. ആർക്കാണ് ദൈവകൃപ കിട്ടുന്നറിയാവോ? ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ശൂന്യതയുള്ളൊരു ഹൃദയവുമായിട്ട് നീ ദൈവസന്നിധിയായിരുന്നാൽ, കഴിയത്തില്ല കർത്താവേ, നീ നിറയ്ക്കാനായിട്ട് ഞാൻ തയ്യാർ എന്ന് നീ ഉറപ്പിച്ചിരുന്നാൽ ദൈവത്തിന് നിന്നെ നിറയ്ക്കാൻ പറ്റും. ഞാൻ തൃപ്തിയുള്ള ആൾ, എനിക്കൊന്നിനും മുട്ടില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ ഒരിക്കലും അനുഗ്രഹിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുക, കർത്താവേ, ഞാനൊരു ഒഴിഞ്ഞ പാത്രമായിട്ട് നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. നീ എന്നെ നിറച്ചേ ഇന്ന് പകല് നീ മടങ്ങി വിടാവുള്ളൂ. അത് വചനത്താലായിരിക്കാം, അത് പ്രാർത്ഥനയാലായിരിക്കാം, അത് ആരാധനയാലായിരിക്കാം, അത് ദൈവശബ്ദത്താലായിരിക്കാം. ഓരോ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. കർത്താവേ, സാക്ഷ്യം എന്നോട് ഇടപെടണം. കർത്താവേ, വചനം എന്നോട് ഇടപെടണം. ദൈവസഭയിലെ ഓരോ ദൈവ ശബ്ദവും എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയായിട്ട് ദൈവം തീർക്കണമേ. നമ്മൾ ഇവിടെ വന്ന പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നൊന്നുമല്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാ പറയുന്നത്. കൊതിയോടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളെ ദൈവം വിഷമിപ്പിച്ച് മടക്കി വിടത്തില്ല. പ്രത്യാശയോടാണോ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്? നിങ്ങളുടെ പ്രത്യാശ കുറച്ചല്ല ദൈവം വിടുന്നത്, പ്രത്യാശ വർദ്ധിപ്പിച്ചാണ് അവൻ കടന്നു വിടുന്നത്. നമ്മൾ ഏത് ലെവലിൽ അവനോട് അപ്രോച്ച് ചെയ്യുന്നോ അതിനേക്കാളും തയ്യാറായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ്റെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എഴുതുന്നുണ്ട്, മുടിയനായ പുത്രൻ്റെ വരവ് കണ്ടപ്പോഴത്തേക്ക് അപ്പൻ എന്തോ എന്നറിയാവോ? അപ്പൻ ഓടിച്ചെല്ലുകയാണ് ചെയ്തത്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുടിയനായ പുത്രനെ കുറിച്ച് നമുക്ക് ഏറ്റവും മോശം അഭിപ്രായം എപ്പോഴും, ഹലോ അല്ലേ? നമ്മളെല്ലാവരും അവനെ പറയുന്നതല്ല എന്തുവാ? മുടിയനായ പുത്രൻ. ഏറ്റവും മോശം അഭിപ്രായം നമുക്ക്. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവനേക്കാളും വലിയ വില്ലനാണ് മറ്റവൻ. ഹലോ, അപ്പൻ്റെ വീട്ടിൽ നിൽക്കുന്നവൻ ഇവനേക്കാൾ വലിയ വില്ലനാ. കാരണം എന്താണെന്നറിയാവോ? അവൻ അപ്പനോട് ചോദിക്കുകയാണ്, നിന്റെ ഈ മകൻ അവിടെ ഇവിടെ എല്ലാം പോയി നശിച്ചു വന്നിട്ട് നീ അവന് വേണ്ടി എന്തോ കൊടുത്തു? കാളക്കുട്ടിയെ കൊടുത്തു. ഞാനിവിടെ പപ്പാ മമ്മി എന്നും പറഞ്ഞ് എല്ലാ ദിവസവും നിന്നിട്ട് എനിക്ക് നീ എന്തോ തന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? മനസ്സിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. നമ്മുടെ കാഴ്ചക്ക് ഇവൻ ഭയങ്കര മുടിയനായ പുത്രനാ. പക്ഷേ ലവൻ ഭവനത്തിലാ താമസിച്ചുകൊണ്ടിരുന്നെങ്കിലും അവൻ്റെ ആഗ്രഹം മൊത്തം അപ്പൻ്റെ എന്തുമായിരുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? ചിലർ മടങ്ങി വരുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് തെറ്റിദ്ധരിക്കും. പ്രിയരെ, അകത്തിരുന്ന് ദൈവത്തെ ഭക്തിയോട് ആശ്രയിക്കാതിരിക്കുന്നതിലും എത്രയോ നല്ലവനാണ് മടങ്ങി വന്ന് ദൈവകൃപ അനുഭവിക്കുന്നവർ. ഹലോ, പുറത്തിരുന്ന് നമ്മൾ കമൻ്റ് ഒരിക്കലും പറയരുത്. ഹൃദയത്തെ തൂക്കി നോക്കുന്നത് യഹോവയാണ്. ഇന്ന് പകലിൽ മുഖം കണ്ടോ, ആരോഗ്യം കണ്ടോ, ബലം കണ്ടോ നമ്മൾ ആരെയും വിലയിരുത്തരുത് കേട്ടോ. ദൈവം ഹൃദയം കണ്ടാണ് വിലയിരുത്തുന്നത്. ദൈവം അഭിഷേകം ചെയ്യാൻ പോയപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, നീ അവൻ്റെ പൊക്കമോ ഉയരമോ നോക്കരുത്, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് പകലിൽ ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തിൽ നമ്മൾ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അതവൻ്റെ നിത്യ പദ്ധതിക്ക് ാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മളെല്ലോടും ദൈവവചനം കേട്ടതിനകത്തായിരിക്കുമ്പോൾ ഞാൻ ധനവാൻ എനിക്കൊന്നിനും മുട്ടില്ലെന്നും പറഞ്ഞിരുന്നാൽ നമ്മളെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. 2025 ആയുസ്സു ആരോഗ്യം നിന്ന് 2050 ആയാലും നമ്മൾ അതേ ആത്മീയതയിലേ ഇരിക്കത്തുള്ളൂ. കർത്താവേ, എനിക്ക് കുറവുള്ള ഒരു മനുഷ്യൻ, എൻ്റെ ഹൃദയത്തിന് ശൂന്യതയുണ്ട് കർത്താവേ, കൃപ പോരാ കർത്താവേ, ബലം നീ പകരണമേ, എൻ്റെ സന്നിധിയിൽ നിന്റെ ബലത്തെ എന്നിലൂടെ വെളിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാ, നിന്റെ സമയത്ത്, നിന്റെ തലമുറയുടെ സമയത്ത് തന്നെ ദൈവ മഹത്വം നിന്നെ കാണിക്കും ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ പല തുരുത്തുകളെ നമ്മൾ കണ്ടു. അതിനകത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അവൻ്റെ തുരുത്തിൽ എന്ത് ചെയ്യുന്നു? കണ്ണുനീരുകളെ അവൻ ആക്കി വെക്കുന്നു. അവൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതിയിട്ടില്ലയോ? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കും. ഒരു വ്യക്തി പോലും കണ്ണ് തുറന്നിരിക്കരുത്. എല്ലാവരും അല്പസമയം കണ്ണുകളെ നടച്ചാട്ടെ. അന്യഭാഷ പ്രാപിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവർ അല്പസമയം വായ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ.